ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇത് നക്ഷത്രനാടിയുടെ ഒരു ക്ലാസ്സാണ്. നമ്മുടെ അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഈ ചാനലിൻ്റെ പേര് അസ്ട്രോ ഗുരു എന്നാണല്ലോ. അപ്പോൾ അസ്ട്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് ഓൺലി ഫോർ ദ എഡ്യൂക്കേഷൻ പർപ്പസ്. അപ്പം അതിലേക്കിന് വേണ്ടി ഓൾറെഡി നമ്മൾ ഒരു 7 to 8 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും ചിലപ്പോൾ ആ ഒരു ചാനൽ കാണാത്ത ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വരില്ല. അതിനുവേണ്ടി നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ്. എന്താണ് സിലബസ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്ത് പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്ന് ഇതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ക്ലാസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്, അല്ലെങ്കിൽ ആ നക്ഷത്രനാടിയുടെ ബ്യൂട്ടി എന്താണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ സിലബസ് നമ്മളൊന്ന് ഓടിച്ച് പറയാവുന്നതാണ്. സിലബസ് കാരണങ്ങൾ സിലബസ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പം നമുക്ക് തുടക്കത്തിൽ മനുഷ്യരുണ്ടായി കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ആദ്യം തിന്നുക, ഉറങ്ങുക, അങ്ങനെയുള്ള മാത്രമേ കാര്യങ്ങൾ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മുടെ യുഗപ്പിറവി ഉണ്ടായി. അതായത് ബിഗ് ബാങ് തിയറി എന്ന് പറയും. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഭൂമി ഉൽപ്പത്തി ഉണ്ടായി. അതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മൂലം നക്ഷത്രമാണ് ഭൂമിയുടെ നക്ഷത്രം എന്നറിയപ്പെടുന്നത്, ഈ മൂലം നക്ഷത്രം. അപ്പം ഈ നക്ഷത്രം പൊട്ടിത്തെറിച്ചാണ് ധനുരാശിയിലെ ബ്ലാക്ക് ഹോൾ എന്ന കൺസെപ്റ്റ് ഭൂമിയുടെ രാശിയായിട്ട് അതുകൊണ്ട് മൂലം നക്ഷത്രത്തെ അറിയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഓടിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ആദ്യം നമുക്ക് 4 വേദങ്ങളാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഗ്രീഷ്മവേദ, അഥർവവേദ, സാമവേദ, യജുർവേദ. അപ്പോൾ അതിനകത്ത് അഥർവവേദത്തിനകത്തു നിന്നാണ് അസ്ട്രോളജി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ആദ്യം ഈ ആൾക്കാർക്ക് തിന്നുക, ഉറങ്ങുക ഉള്ളെന്നൊരു അങ്ങനെയുള്ള അല്ല ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ കുറേ ആൾക്കാർ നോക്കി സ്റ്റാറിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി. സ്റ്റാറുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഇത് ഇങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഇവർ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ പകലും രാത്രിയുമായിട്ടുള്ളത്. അപ്പോൾ ചില നോക്കുമ്പോൾ വലിയ സ്റ്റാറ്, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് കാണും. അപ്പം നിരന്തരമായിട്ടുള്ള ഗവേഷണത്തിലൂടെ അവർ മനസ്സിലാക്കി ഈ സ്റ്റാറല്ല ഓടുന്നത്. സ്റ്റാർ ഓടുന്നുണ്ട്, മാറുന്നത് ചെറിയ വളരെ മൈന്യൂട്ടാണ്. അപ്പം ഈ സ്റ്റാർ നോക്കുമ്പോൾ അപ്പം ഈ സ്റ്റാർ പോകുന്ന പക്ഷേ അതൊരു പ്ലാനറ്റാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്ലാനറ്റുകളെ, ഗ്രഹങ്ങളെ ഇവർ കണ്ടുപിടിക്കുന്നു. ആ ഗ്രഹങ്ങൾ വെച്ചിട്ട് നോക്കിയിട്ട് ആ ഗ്രഹങ്ങളായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളെ ഓരോ ഡിസ്റ്റൻസ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ നാസയൊക്കെ എന്ന് പറഞ്ഞാൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ വെറും 200 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ആ ബുദ്ധിപരമായിട്ടുള്ള ഗവേഷണം കൊണ്ടും റിസർച്ച് കൊണ്ടും പിന്നെ അവർ പല എഡിഷൻ ടെക്നോളജീസ് യൂസ് ചെയ്തു. മൈൻഡ് കൂടുമാറുന്ന വിദ്യ, അങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുക. അങ്ങനെ പ്രകൃതി ആദ്യം ഇവിടെ പഞ്ചാംഗം ഉണ്ടായി. പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ കാലം. അപ്പം നോക്കിയപ്പം 6 രാശികൾ മാറി വരുന്നവർ മനസ്സിലായി. 6 മീൻസ് നേച്ചർ മാറി വരുന്ന അവർക്ക് മനസ്സിലായി. അപ്പം 6 ഭൂപ്രകൃതി ഉള്ളതായിട്ട് മനസ്സിലായി. ഗ്രീഷ്മം, അങ്ങനെ ഉഷ്ണകാലം, ശരത്കാലം, അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം അത് പിന്നെ അതിനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അത് മൊണ്ടൈൻ അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു അസ്ട്രോളജി ഇറങ്ങി. അപ്പോൾ മൊണ്ടൈൻ അസ്ട്രോളജി അന്ന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഈ വോൾക്കാനോ കണ്ടുപിടിക്കാൻ. അങ്ങനെ വോൾക്കാനോ അല്ലെന്നൊരു ഭൂമികുലുക്കങ്ങളെ, അല്ലെന്നൊരിയിൽ നമുക്ക് പലതായിട്ടുള്ള ഭൂമിയിലെ പല അല്ലാതുള്ള ചേഞ്ചസ്, അല്ലെന്നൊരു സുനാമി, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മൊണ്ടൈൻ അസ്ട്രോളജി യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പഞ്ചാംഗത്തിൻ്റെ കാര്യം. അപ്പോൾ പഞ്ചാംഗം വന്നു. അപ്പോൾ രാത്രി പകല് ഡേയ്സ് അപ്പോൾ അവർ കണ്ടുപിടിച്ചു. പിന്നെ 360 ദിവസമുണ്ട്. പക്ഷേ നമ്മുടെ വെസ്റ്റേണിലൊക്കെ 365 ദിവസമാണ് വരുന്നതെന്ന് പറഞ്ഞാൽ 360 ദിവസമാണ്. അതായത് നമുക്ക് സോഡിയാക് സൈനിലാകെയുള്ള 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രിയെയാണ് നമ്മൾ ഡിവൈഡ് ബൈ 30 അല്ല 12 മാസങ്ങളാണല്ലോ ഉള്ളത്. 12ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 30 ഡിഗ്രി വെച്ച് കിട്ടും. അപ്പോൾ ഈ 30 ഡിഗ്രിയിലാണ് പിന്നെയും നമുക്ക് 9 പാദങ്ങളെ അങ്ങനെ സബ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ മനുഷ്യർ പല റിസർച്ചിൽ കൂടെ പിന്നെ ഈ പറഞ്ഞ ഈ ഓരോ ഗ്രഹങ്ങളെ പറ്റി കാര്യങ്ങളെ പിന്നെ അന്ന് നോക്കുമ്പോഴത്തേന് മനുഷ്യർക്ക് ദിശ അറിഞ്ഞുകൂടാണ്ട്. കാരണം ഈ ഗ്രഹങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക്
ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പോലും മീൻസ് കറക്റ്റായിട്ടുള്ള നോർത്ത് സൗത്ത് എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. ഇപ്പം ഭൂമി പോലും ആണെന്നൊരു എവരി അയനാംശ എന്ന് പറയും, ഭൂമി പോലും എവരി 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ടിൽറ്റ് ചെയ്താണ് ഭൂമി പോലും നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ പ്രത്യേകിച്ച് ചരിവുണ്ട്. അതുപോലെ ധ്രുവനക്ഷത്രമുണ്ട്. ധ്രുവനക്ഷത്രം എന്ന പൊളാരിസ് എന്ന് പറയും. പൊളാരിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റാറാണ്. അതായത് സൂര്യൻ്റെ ടോട്ടൽ വലിപ്പത്തിൻ്റെ 700 ടൈമാണ് ഈ പൊളാരിസിനുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെയാണ് വേറൊരു സ്റ്റാർ ഉണ്ട്, നമ്മുടെ ആ മരിച്ചുപോയ സയൻറ്റിസ്റ്റിൻ്റെ പേരിട്ടുള്ള ഒരു, അതാണ് 2150. അപ്പം അത്ര ഒരു വേറൊരു വലിയൊരു സ്റ്റാറിന് സൂര്യൻ. അപ്പം അങ്ങനെ സ്റ്റാറിനെക്കാട്ടും അത് സൂര്യനെക്കാട്ടിലും വലിപ്പമുള്ള സ്റ്റാർ ഉണ്ടെന്നോ അങ്ങനെ പലതും കണ്ടുപിടിച്ചു. പിന്നെ ഇത്ര ഗ്രഹങ്ങളുണ്ട്, കാര്യങ്ങളെ അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു. അല്ല, ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ അപ്പം ചാനലിൽ അസ്ട്രോപ്ലസ് എന്നുള്ള ചാനലിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് കാണുമ്പോൾ ഈ ഒരു ചാനലിനകത്ത് ഇതിനും വരത്തില്ല. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാതിരിയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നൊരു അസ്ട്രോപ്ലസ് എന്നുള്ള ചാനലിൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ചാനലും ഉണ്ട്. അസ്ട്രോപ്ലസിൻ്റെ തന്നെ അല്ല, അസ്ട്രോ ഗുരു എന്നുള്ളതിനകത്ത് ഇംഗ്ലീഷ് ചാനലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇനി നോക്കാം, ഈ നമ്മൾ നോക്കി ഇതിനകത്തൊരു ചാർട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യകാലത്ത് മനുഷ്യരുണ്ടായെന്ന് പറഞ്ഞാലും പലതും മനുഷ്യരെ കഴിക്കുന്നു, ഉറങ്ങുന്നു, കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യകാലത്ത് ഈ മനുഷ്യർക്കായാലും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ബിഗ് ബാങ് തിയറി കൂടെ ഉണ്ടായിട്ട് നമുക്ക് ഇത് ബ്ലാക്ക് ഹോള് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഇതിൽ നിന്ന് വന്ന് നമുക്ക് ഭൂമി ഉണ്ടായി. ഭൂമിയുടെ ഉൽപ്പത്തി കഴിഞ്ഞപ്പോഴത്തേന് ഗ്രഹങ്ങൾ ആദ്യം ഇത് കടലുണ്ടായി. അപ്പോൾ കടലിനകത്ത് കടൽ ബൈ നേച്ചർ അവിടെ കടലുണ്ടായിരുന്നതാണ്. കടലിലാണല്ലോ ഇത് പൊട്ടിത്തെറിച്ച് വീണത്. അപ്പം അങ്ങനെ നമുക്ക് മത്സ്യം, കൂർമ്മം, വരാഹ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു തമിഴ്നാട്ടിലല്ല കർണാടകയിൽ ഉടുപ്പിയിലെ ഒരു അമ്പലമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് നോക്കിയാൽ മത്സ്യ, കൂർമ്മം, വരാഹം, അല്ല നരസിംഹം, വാമനൻ, ആ ഉൽപ്പത്തിയുടേതായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ ജസ്റ്റ് കാണിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ ഭൂമി ഉണ്ടായി. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ മത്സ്യമാണ് ഉണ്ടാകുന്നത്. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യൻ്റെ പിറവിക്ക് മുമ്പ് മത്സ്യമാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് മത്സ്യം, കൂർമ്മം വന്നു, വരാഹം, നരസിംഹം, വാമനൻ. അങ്ങനെ നരസിംഹം, വാമനൻ, പിന്നെ ശ്രീരാമൻ, ബലഭദ്രാമൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം പരശുരാമൻ എന്ന് മനുഷ്യൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്ട്രക്ഷൻ, വിനാശകാരം എന്ന് പറയുന്ന മാതിരി ആൾക്കാരെ കൊല്ലുക, എന്ന് മനുഷ്യനെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, എടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നോക്കാം. അത് കഴിഞ്ഞ് മനുഷ്യൻ വേട്ടയാടാൻ പഠിച്ചാണ് ശ്രീരാമൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റാണ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെയുള്ള കൺസെപ്റ്റ്. അത് കഴിഞ്ഞാണ് കാർഷിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ബലഭദ്രരാമനാണ്. കാർഷിക വിപ്ലവത്തിൻ്റെ ആളാണ് ബലഭദ്രരാമൻ. അപ്പം ഇത് ബലഭദ്രരാമൻ്റെ അപ്പം കലപ്പയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ കാർഷിക വിപ്ലവം ഉണ്ടായി, മനുഷ്യന് കൃഷി ചെയ്യാൻ പഠിച്ചു. പിന്നെ അടുത്ത വന്നപ്പോഴത്തേന് ശ്രീകൃഷ്ണ അവതാരം വന്നതെന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിയുടെ ഗ്രഹമാണ്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ അതായത് കമ്മ്യൂണിക്കേഷൻ്റെയും അല്ലെന്നൊരു ബാക്കിയുള്ള അതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരു ഇതാണ് കൃഷ്ണാവതാരം എന്ന് പറയുന്നത്. ഇവിടെ ന്യൂക്ലിയർ വെപ്പണോ അല്ലെന്നൊരു ഇതുമായിട്ട് സുദർശന ചക്രം, ആ ഒരു കൺസെപ്റ്റിനുള്ള ഇത് വന്നു. അത് കഴിഞ്ഞ് മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അത് കഴിഞ്ഞ് കൽകിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു അവതാരങ്ങളെ പറ്റി ജസ്റ്റ് നിൽക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുവാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ഇങ്ങനെ ഓടിച്ചൊന്ന് നോക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമുക്ക് ഓരോ പ്ലാനറ്റുകളുണ്ട്. ആ പ്ലാനറ്റുകളുള്ള ഏതൊക്കെ പ്ലാനറ്റാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പം ഇതിവിടിപ്പം മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധനാണ്. ബുധന്, ശുക്രന്, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നോർമലി ഉള്ള അസ്ട്രോളജിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി ഗ്രഹങ്ങളെ എല്ലാം എടുക്കും. ഇവിടെ വെസ്റ്റേണിനകത്ത് നമ്മൾ യുറാനസിനെയും നെപ്റ്റ്യൂണെയും പ്ലൂട്ടോയും
എടുക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്കങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ശനി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷമാണ് ശനി കറങ്ങുന്നത്. 30 വർഷമാണ് ഒരു സോഡിയാക് സൈനിൽ കറങ്ങുന്നത്, 30 ശനി. അതേമാതിരി ഇത് നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് 12 വർഷം കറങ്ങുന്നത് ഒരു സോഡിയാക് സൈനിൽ. സോഡിയാക് സൈൻ എന്ന് പറഞ്ഞാൽ ആകെ ഇതാണല്ലോ, നമുക്ക് 12 സോഡിയാക് സൈനിലാണല്ലോ ഉള്ളത്. അതേപോലെ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കറങ്ങുന്നു. അപ്പോൾ ഭൂമി കറങ്ങുന്നു 360 ദിവസം വെസ്റ്റേൺ. അപ്പം നമുക്ക് 365 ദിവസമാണ് പറയുന്നത്, 360 ദിവസം നമ്മൾ കണക്കാക്കും. കാരണം നിങ്ങൾ ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുമ്പോൾ നമുക്ക് ടോട്ടൽ 360 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 അടിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഈ 30 ഡിഗ്രിയാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ടോട്ടൽ 30 ഡിഗ്രി. അതേമാതിരി ഒരു 30 ഡിഗ്രിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതേമാതിരി ഇത് ശുക്രനാണ്. ശുക്രൻ എന്നാൽ വീനസ്. അപ്പം ഇതൊക്കെ ഏകദേശം 1 മാസം വെച്ച് കണക്കാക്കിയാൽ മതി. 1 മാസമില്ല, കാരണം ഇത് വക്രത്തിലൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വരുമ്പോഴത്തെ നിങ്ങൾക്ക് അറിയുന്ന താല്പര്യമുണ്ടെന്നൊരു ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ 30 ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇത് ടോറസ്, ഏരീസ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിക്കും, ഇടവൻ രാശി, മിഥുനൻ രാശി, ക്യാൻസർ, അത് കർക്കിടകൻ രാശി, ഇത് ചിങ്ങൻ രാശി, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രാശികളൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നോക്കുമ്പോഴത്തേന് 30 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് ഈ മുമ്പേ പറഞ്ഞ 30 ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. 30 ഡിഗ്രി അവിടെ നിന്ന് ഇവിടെ 30 ഡിഗ്രി, അപ്പോൾ 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഈ 30 ഡിഗ്രി എല്ലാം കൂടെ വരുമ്പോഴത്തേന് നമുക്ക് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. ഈ 360 ഡിഗ്രിയാണ് നമുക്ക് ഈ സോഡിയാക് സൈൻ്റെ ടോട്ടൽ ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കി. പിന്നെ നമുക്ക് വിശദമായിട്ടുള്ള ക്ലാസ് മറ്റേ ഇതിനകത്ത് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പം വിശദമായിട്ടുള്ള ക്ലാസ് അതിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം നോക്കിയേ, ഇവിടെ നോക്കുമ്പം മേടൻ രാശി, ഇടവൻ രാശി, ഇങ്ങനെ കോളങ്ങളാണ് നമുക്ക് തിരിഞ്ഞേക്കുന്നത്. മേടൻ രാശി, ഇടവൻ രാശി, മിഥുനൻ രാശി, കർക്കിടകൻ രാശി, ചിങ്ങൻ രാശി, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പം ഇങ്ങനെ നമുക്ക് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 12 ഇതാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക, 12 എണ്ണം. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതോടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴും നമുക്ക് ചൊവ്വ എന്ന് എഴുതിക്കുന്നത് മാർസ് എന്ന ചൊവ്വ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഇപ്പം നമ്മുടെ മറ്റേ ക്ലാസ്സിനകത്ത് നീണ്ടുപോയത് നമുക്കൊരു ഷോർട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു ചൊവ്വ ഉണ്ട്, ഇവിടെ ഒരു ചൊവ്വ ഉണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതുപോലെ ശുക്രൻ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു ശുക്രനുണ്ട്, ഇവിടെ ഒരു ശുക്രനുണ്ട്. ഇത് ശുക്രനാണ്. ഈ ശുക്രൻ വീനസ് ആണ് ശുക്രൻ എന്ന് പറഞ്ഞത്. ഇവിടെ ശുക്രനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിശദമായിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പം അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇത് മെർക്കുറിയാണ്. ബുധൻ എന്ന് പറയും, മെർക്കുറി. ഇവിടെ 2 ബുധൻ, ഇവിടെ ഒരു ബുധന്, അവിടെ ഒരു ബുധൻ. അപ്പം 2 ചൊവ്വ, 2 വീനസ്, 2 മെർക്കുറി. അതേപോലെ 2 ജൂപ്പിറ്റർ ഉണ്ട്. ഇത് ജൂപ്പിറ്ററാണ്. ഇത് ജൂപ്പിറ്റർ. അപ്പം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം. അപ്പം പിന്നെയും പറയണം, നമ്മുടെ അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്. അതേപോലെ ഇത് ശനിയാണ്. ഇത് 2 ശനി. അപ്പം 2 ശനിയുണ്ട്, ശനിയുടെ കോളങ്ങൾ. ഇത് ചന്ദ്രനാണ്, സൂര്യനാണ്. പിന്നെ നമുക്ക് ആ മലയാളത്തിലുള്ള ഇത് ചന്ദ്രന്, ഇത് കർക്കിടകൻ രാശിയാണ്, ചിങ്ങൻ രാശിയാണ്, സൂര്യനാണ് ഇവിടെ ഭരിക്കുന്നത്. അത് ഈ ഓരോ പ്ലാനറ്റിലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്. ഒരുപാടായി കഴിഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഓടിച്ച് പറയത്തേ ഉള്ളൂ. കാരണം നമുക്കിത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കാണിക്കാൻ നമുക്കിത് കാരണം ഓരോ ഗ്രഹങ്ങൾ തമ്മിൽ കണക്റ്റ് ആകുന്നത്, ചന്ദ്രനും സൂര്യനും ഉള്ള ഓരോ ഗ്രഹങ്ങൾ കണക്റ്റ് ആകുന്നത്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, രാഹു കേതു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നോർത്തിനോട് സൗത്തിനോട് എന്നൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേന് ഓരോ ഗ്രഹങ്ങളായിട്ടുള്ള ഇവിടെ നമ്മുടെ എന്താ പറയുന്നത്, അതിൻ്റെ ഈ ഓരോ
ഇതിൻ്റെ ഇയറെ എത്ര ദശകളെ, അത് കേതുദശ എത്ര, അതിൻ്റെ ശുക്രദശ, ഓരോ ദശകളും ഓരോ നാളിനുമുള്ള ബാക്കിയുള്ള ഇങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത അങ്ങോട്ട് പോകുമ്പോൾ മീൻസ് മറ്റേ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അതേമാതിരി നമുക്ക് മെയിൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് ഇത്ര ഗ്രഹങ്ങളിലാണേലും നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിപ്പം തന്നെ ഇത് ഇവിടുത്തെ നോക്കി ഏരീസാണ്. അവരെ ഓരോ ഗ്രഹങ്ങൾ വെക്കുന്നത് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 3, അതായത് ആകെ 27 നക്ഷത്രങ്ങൾ, 27 സ്റ്റാറും 27 നക്ഷത്രങ്ങൾ. അത് 9 ഇതാണ് 9 27. 9 × 3 അടിച്ചു കഴിഞ്ഞാൽ തന്നെ 27. അതിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. 27 നക്ഷത്രങ്ങളാണ്. ആ 27 നക്ഷത്രങ്ങളെ 3ആയിട്ട് പകുത്ത് കൊടുത്തേക്കുവാണെന്നുള്ള ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബാക്കി 159 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. 159 2610 3711 അങ്ങനെ കോമ്പിനേഷൻ ഉണ്ട്. കാരണം ഈ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ ഒരു നക്ഷത്രക്കാലുകളുടെ കൂട്ടുള്ള ആകൃതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പോഴും ഈ ഓപ്പോസിറ്റ് ഇവിടുന്ന് ഇവിടെ നിൽക്കുന്ന ഗ്രഹത്തിന് ഇങ്ങോട്ടുള്ള ഒരു നോട്ടമുണ്ട്, ഈ ഒരു ഗ്രഹത്തിലോട്ട് നോട്ടമുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നോട്ടമുണ്ട്, ഇതിങ്ങനെ ഒരു നോട്ടമുണ്ട്. ഇത് കൂടാതെ ഈ ഗ്രഹത്തിന് തന്നെ നേരെ 7 എന്ന് പറഞ്ഞാൽ ഇത് വരും, ഇങ്ങനെ വരും. അതായത് ഇങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ 7 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമെന്നുള്ളതോടൊന്ന് മനസ്സിലാക്കി. ഇത് പിന്നെ നമ്മുടെ ബ്രഹ്മാണ്ഡ കാൽക്കുലേഷൻ എന്നുണ്ട്. ബ്രഹ്മാണ്ഡ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ഗ്രഹങ്ങൾ ഇതിൻ്റെ ആയിട്ടുള്ള ടൈമേ കാര്യങ്ങൾ ഒരു ടോട്ടൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ് ഉള്ളത്. അപ്പം 60 മിനിറ്റ്, ഈ 60 മിനിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതും 21,600 ബ്രഹ്മാണ്ഡമുള്ള ആ കാൽക്കുലേഷനെല്ലാം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇതിനകത്ത് കവറായി പോകുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ദശാസന്ധികളെ കാര്യങ്ങളെ ഇങ്ങനെയുള്ളത് അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയാൻ എടുക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മറ്റേ ക്ലാസ്സിനകത്ത് കവറായിപ്പോകും. അപ്പം നിങ്ങൾക്ക് അതിനങ്ങനെ താല്പര്യമുണ്ട്. കാൽക്കുലേഷൻ പാർട്ടൊക്കെ വരുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് പിന്നെ ഗ്രഹങ്ങളായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളല്ല ഓരോ സ്റ്റാറിൻ്റെ സൗണ്ട്, ഓരോ പാദങ്ങൾ 4 പാദങ്ങളാണുള്ളത്. അപ്പോൾ ഈ 4 പാദങ്ങൾ ഓരോ പാദങ്ങളിൽ വന്നു കഴിഞ്ഞാലുള്ള സൗണ്ട്. അപ്പം അശ്വനി, അപ്പോൾ അതിനകത്ത് 1-ാം പാദം, 2-ാം പാദം, അല്ലെ 3-ാം പാദം, 3-ാം പാദത്തിലുള്ള സൗണ്ട്. അല്ലെന്നിൽ കാർത്തികയാണ് ആ, ഇ, യു, ഇ. അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഒരു സിലബസിൻ്റെ കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പ്രിൻ്റഡ് നോട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ പാർട്ടാണ്. നമ്മുടെ ലഗ്നമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ പാർട്ടുള്ള. ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലഗ്നം എവിടെ ആയിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഓടിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമ്മുടെ വിശദമായിട്ടുള്ള ക്ലാസ്സിനകത്ത് വരുമ്പോൾ കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ പിന്നെ ഓരോ ഫീമെയിൽ, മെയിൽ, പിന്നെ ഡയറക്ഷന് എല്ലാം കാണും. കാരണം നമ്മുടെ ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇത് ഡയറക്ഷൻസ് ആണ്. പിന്നെ ഓരോ രാശികൾ മെയില്, ഫീമെയില് അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെ A to Z കാര്യങ്ങൾ കവറായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കാണും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ അതേമാതിരി ഓരോ പ്ലാനറ്റ് വരുന്നതും ബ്രഹ്മാണ്ഡയുടെ കാൽക്കുലേഷൻ കൂടാതെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓരോ പ്ലാനറ്റും അതിൻ്റെ ഇതും പറഞ്ഞ് ഉൽപ്പത്തി മുതൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സത്യയുഗം ഓരോ യുഗങ്ങൾ വന്നു. അപ്പോൾ ഈ യുഗങ്ങൾ ഏതൊക്കെ യുഗങ്ങളാണ് ഉള്ളതെന്നും, അപ്പം ആ യുഗങ്ങൾ സത്യയുഗം, അതേമാതിരി ത്രേതായുഗം, കലിയുഗം. അപ്പോൾ അങ്ങനെ ഓരോ യുഗങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റേ ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്തോടൊന്ന് പറഞ്ഞു പോകുന്നു. ഇതൊരു ഇൻട്രഡക്ഷനാണ്. അതിൻ്റെ ആയിട്ടുള്ള പീരീഡുകളെ, ഓരോ യുഗങ്ങൾ എങ്ങനെയാണ്, എത്ര നാൾ കാൽക്കുലേഷൻ ഉള്ള, സത്യയുഗം എത്ര നാളുണ്ട്, ത്രേതായുഗം, ദാപരയുഗം, അങ്ങനെ ഓരോ യുഗങ്ങളുള്ള എങ്ങനെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അപഗ്രഥിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലാനറ്റുകളും അതിൻ്റെ ഉള്ള മെയിനായിട്ടുള്ള നമ്മുടെ പ്ലാനറ്റ്. അപ്പം ഇപ്പം നിങ്ങൾക്കൊന്ന് ഇത് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പം മെർക്കുറി ഒരു പ്ലാനറ്റ്, ഏറ്റവും നല്ല മീൻസ് ഒരു പ്ലാനറ്റ് ഏറ്റവും നല്ല വ്യാഴമാണ്. അപ്പം നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, വീനസ്, ശുക്രന്, ഇത് ഭൂമിയാണ്, ചൊവ്വയാണ്, വ്യാഴമാണ്, ശനിയാണ്, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ.
അപ്പോൾ ഇത്ര ഗ്രഹങ്ങളാണ് നമ്മുടെ ഇതിനകത്ത്. പിന്നെ നോർത്ത് നോഡ്, ഈ സൗത്ത് നോഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രഹങ്ങളുണ്ട്, നമ്മുടെ രാഹു കേതു. അപ്പം അത് തമോ ഗ്രഹം എന്ന് അറിയുന്നത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത ഉള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, രാഹു കേതു. അപ്പം നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഇവിടെ 9 ഗ്രഹങ്ങൾ കാണത്തില്ല, 2 മിസ്സിങ് ആയിരിക്കും. അപ്പം ഈ 2 മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് രാഹു കേതു, കാണാൻ പറ്റത്തില്ല, തമോ ഗ്രഹങ്ങളാണ്. പിന്നെ നമ്മുടെ ലൈറ്റ് ഇയറിൻ്റെ കാൽക്കുലേഷന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു പ്രകാശവർഷം എന്ന 3 ലക്ഷം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം km/s. അപ്പോൾ അങ്ങനെ ഓരോ ലൈറ്റ് ഇയർ ഓരോരുത്തരത്തെത്താനുള്ള, ഓരോ ഗ്രഹങ്ങളിലെത്താനുള്ള കാര്യങ്ങൾ അങ്ങനെ A to Z നമ്മുടെ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഗ്രഹങ്ങളുടെ കളറുകൾ, ഓരോ പ്ലാനറ്റിൻ്റെ കളറുകൾ, പിന്നെ ഓരോ പ്ലാനറ്റ് ഓരോ ഗ്രഹങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ രാഹു കേതു എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല, തമോ ഗ്രഹങ്ങൾ. അതുകൊണ്ട് ആ കളർ പോലും അങ്ങനെ, ഇത് കേതുവിൻ്റെ ആയിട്ടുള്ള കളറാണ്. പിന്നെ ഓരോ ഗ്രഹങ്ങൾ, ഇത് സൂര്യനെ, അതിൻ്റെ ഓരോ ഇത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് ഗ്രഹങ്ങളുടെ കളറാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും നമുക്ക് എങ്ങനെയാണ് അതിനെ എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്താണ്, വാരിയറാണ്, പടയാളിയാണ്, ഫൈറ്ററാണ്, മെർക്കുറി എന്ന് പറഞ്ഞാൽ സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, ജൂപ്പിറ്റർ എന്ന ഇൻ്റലിജൻസ്, വിദ്യാഭ്യാസത്തിൻ്റെ അധ്യാപകരെ, അതുപോലെ ഡിസയർ, ഇത് അഭിനയം, കല, ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി. ശനി എന്ന് പറഞ്ഞാൽ സോറോ, ദുഃഖത്തിൻ്റെയാണ്. പ്രത്യേകിച്ച് ഈ ശുക്രനും ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവിടെ ദുഃഖം, സങ്കടം. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അഡ്വാൻസ് സ്റ്റഡി വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാതിരി നിങ്ങൾക്ക് ആ സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട് പറയാനും, പിന്നെ ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിയുമ്പം അതിൻ്റെ ആ കാരകത്വങ്ങൾ, സൂര്യൻ കോപ്പർ, അതേമാതിരി മൂണ് സിൽവർ, അതിൻ്റെ ബ്രാസ്, മെർക്കുറിയുടെ ബ്രോൺസ്, ജൂപ്പിറ്ററാണ് ഗോൾഡ്, സാറ്റേൺ അയണ്, രാഹു ടിൻ്റെ, കേതു ലെഡ്. അപ്പം ഇതൊന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി. പിന്നെ അതിൻ്റെ ഫയറിംഗ് എലമെൻ്റ്, ഇത് വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഒരു സോഡിയാക് സൈൻ്റെ ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് സ്പീസീസ് പിന്നെ ഓരോ പ്ലാനറ്റുകൾ, ഓരോ ഹൗസ് ഉണ്ട്, ആ ഹൗസിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇത് ഇങ്ങനെയല്ല, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ ഉണ്ട്. ഇതൊരു ജസ്റ്റ് അനിമേറ്റഡ് എന്നുള്ള ഒരു അനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കുക. ഓരോ ഹൗസ്, 2 ഹൗസ്, 3 ഹൗസ്, അല്ലെ വെൽത്ത്, ഇപ്പോൾ 2ാമത്തെ ഹൗസാണ് വെൽത്ത്, അല്ലെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. 4ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ അമ്മ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട്, എന്തൊക്കെ ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഓരോ ഹൗസിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വേറെ എപ്പിസോഡിൽ, കാരണം നമുക്ക് ഇതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോലും ചെയ്ത് തീർക്കാൻ പറ്റാത്തുള്ള അത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് പറയുവാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ അങ്ങനെയുള്ള താല്പര്യമൊക്കെ ഉള്ളവർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൽ ചേരാവുന്നതാണ്, പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെന്നില്ല. അപ്പം നമ്മളൊരു ആസ്ട്രോ പ്ലസ് എന്നുള്ള ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതാണ്. അത് നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ബൈ.